യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 4 എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഫലവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും കർത്താവ് ഈ പ്രഭാതത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പീൻ. സങ്കീർത്തനം 16 ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യഹോവയെ എപ്പോഴും മുൻപിൽ വയ്ക്കുക. മുന്നമേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇങ്ങനെ സുപ്രധാനമായ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി, പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും സമർപ്പിക്കുവാനും ഈ പ്രഭാതത്തിൽ നമുക്ക് ഇടയാകട്ടെ. എന്നിൽ വസിപ്പീൻ എന്ന വാക്ക് നമ്മെ ഇന്ന് രാവിലെ തട്ടി ഉണർത്തട്ടെ. നാം ഒരു പക്ഷേ ഒരു സഭയിലായിരിക്കും. ആ സഭയിലെ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നയാളായിരിക്കും. സഭകളിൽ ഏറ്റവും ഉണർവുള്ള സഭയെന്ന് പറയുന്ന ഒരു സഭയിലും നിങ്ങൾ അംഗമായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് സഭയിൽ വസിപ്പീൻ എന്നല്ല, എന്നിൽ വസിപ്പീൻ എന്നാണ്. കർത്താവിൽ വസിക്കുവാനുള്ള ആഹ്വാനം ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എന്നിൽ വസിക്കുകയും. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഒരു പക്ഷി അതിൻ്റെ കൂട്ടിലേക്ക് വരുവാൻ കൊതിക്കുന്നത് പോലെ, ഒരു മത്സ്യം വെള്ളത്തിലേക്ക് പോകാൻ കൊതിക്കുന്നത് പോലെ, ഒരു പക്ഷി ആകാശത്തിലൂടെ പറക്കാൻ കൊതിക്കുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും കർത്താവിനോട് അടുക്കാൻ, കർത്താവിൽ വസിക്കാൻ, കർത്താവിൽ തന്നെ ആയിരിക്കുവാനുള്ള വലിയ 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 വാഞ്ചയും ആ ലഹരിയും നമ്മുടെ ഉള്ളിൽ വരട്ടെ. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളിലും വസിക്കും. ഇങ്ങനെയൊരു ഇൻ്റർ കണക്റ്റഡായിട്ടുള്ള സജീവമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിനായി കൊതിക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ, ആമേൻ.